ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് പബ്ലിക് ആയിട്ട് കൊട്ടിഘോഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. എല്ലാം വിളിച്ചു പറയാൻ ഒരാളും അത് കേട്ട് തുള്ളി വരാൻ വേറൊരുത്തിയും. അമ്മ ഞാൻ കഴിച്ചു. അമ്മ കഴിച്ചോ? ആ അമ്മ പിന്നെ ആ ബാലുവേട്ടൻ വന്നൊന്ന് എന്നാലും ഒരു കാര്യം ചെയ്യും, ഒരു 2-3 നേരം കൂടെ പുള്ളിനോട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടേ അതോടത്തെ എല്ലാ പണിയും എടുക്കാൻ പറയും. അമ്മ എന്തിനാ അതിന് പുറകെ ഇങ്ങനെ കഷ്ടപ്പെടാൻ നിൽക്കുന്നത്? അമ്മ ഞാനേ പിന്നെ വിളിക്കാം കേട്ടോ. ശരി എന്നാ. ഒരു ദിവസം ഇങ്ങനെ എത്ര പ്രാവശ്യം വീട്ടിലേക്ക് വിളിക്കും? അതിന് അങ്ങോട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചോളൂ. അമ്മയ്ക്ക് എന്നെ 8-10 പ്രാവശ്യം വിളിച്ചിട്ട് എന്റെ വിശേഷങ്ങൾ അറിഞ്ഞെങ്കിൽ ഉറക്കം വരില്ല. അതെന്തിനായി 8-10 പ്രാവശ്യമൊക്കെ വിളിക്കുന്നത്? ഇനി ഭാര്യ വല്ല പ്രശ്നക്കാരിയാണെന്നോ അറിയാൻ വേണ്ടിട്ടാണോ? അതൊന്നല്ലടോ, നമ്മുടെ കല്യാണത്തിന് മുമ്പ് അമ്മ ഇങ്ങനൊക്കെ തന്നെയായിരുന്നു. ഇതിപ്പോ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലിരുന്നിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ മതി, അപ്പം വിളിച്ചു നോക്കും, മോനെ നീ എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഇപ്പോഴും അങ്ങനൊക്കെ തന്നെയാ. ഞാൻ എന്താ ചെയ്യുന്നത്, പുറത്താണോ, ഭക്ഷണം കഴിച്ചോ, ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ അമ്മയ്ക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവും. പക്ഷെ കല്യാണത്തിന് മുമ്പുള്ള ജീവിതം അല്ലല്ലോ ഇപ്പൊ. അതൊക്കെ കുറച്ചൊക്കെ നമ്മക്ക് മനസ്സിലാക്കാം. ആഴ്ചയിൽ 1-2 പ്രാവശ്യം വിളിക്കുന്നത് ഓക്കേന്ന് വെക്കാം. ഡെയിലി ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന എനിക്ക് എന്റെ ഭർത്താവിനൊപ്പം സംസാരിച്ചിരിക്കാനുള്ള സമയമാണ് അമ്മ ഇങ്ങനെ കട്ടെടുത്തോണ്ടിരിക്കുന്നത്. എടാ, മക്കളുടെ കാര്യത്തില് അമ്മമാർക്ക് എപ്പോഴും ഒരു വേവലാതി ആയിരിക്കും. ഇപ്പൊ അവരൊന്ന് ഫോൺ ചെയ്യുമ്പോൾ ഒന്ന് എടുത്തിട്ട് അമ്മ സുഖമാണെന്ന് പറഞ്ഞാൽ തന്നെ അമ്മയ്ക്ക് സമാധാനമായി. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് അത്രേ വേണ്ടുള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ അമ്മേന്റെ മോൻ തന്നെയല്ലേ. കല്യാണം കഴിഞ്ഞപ്പോ എന്റെ ജീവിതത്തിലല്ലേ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. അതന്നെ ഞാനും പറഞ്ഞേ. നമ്മുടെ ലൈഫിൽ മാറ്റം വന്നല്ലോ. അപ്പൊ ആ മാറ്റം ഉൾക്കൊള്ളാൻ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ തയ്യാറാണ്. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അച്ഛനമ്മമാരും ഒന്ന് അവരുടെ സ്പേസിലേക്ക് മാറി നിൽക്കുന്ന നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവാനാ? എന്ത് പ്രശ്നം ഉണ്ടാവാൻ? എന്റെ അമ്മ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണോ? അഖിലേട്ടനൊന്നും മനസ്സിലാകാനിട്ടാണോ അതോ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നതാണോ? കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ കുറച്ച് പ്രൈവസി അത്യാവശ്യമാണ്. ഇതൊന്നും മനസ്സിലാക്കാണ്ട് കുടുംബക്കാർ കയറി ഇടപെട്ടാല് അതെനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. സാധാരണ ഭാര്യമാരത് മനസ്സ് വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാൻ കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് നേരിട്ട് പറഞ്ഞേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഇങ്ങനത്തെ റൂൾസ് ഒക്കെ ഉണ്ടാ? ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അച്ഛനും അമ്മയും അവനോട് വിളിച്ച് സംസാരിക്കാൻ പാടില്ല? വിളിക്കാനോ സംസാരിക്കാനോ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനൊരു ലിമിറ്റ് ഒക്കെ വേണം. ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ വിളിച്ച ഒരു കുഴപ്പമില്ല. എനിക്കും ഉണ്ട് ബ്രദറൊക്കെ. അവനൊക്കെ ഒരു 10 ദിവസത്തേക്ക് പുറത്തിറങ്ങിയാലും എന്റെ അമ്മ വിളിച്ചു ചോദിക്കൊന്നുമില്ല. അവനും തിരിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് ഇവിടെ മാത്രം ഒരു പുതിയ എന്ത്? അതും കൂടെ പറയേ. എന്തിനാ നിർത്തി കളഞ്ഞത്? നീല പറഞ്ഞ വലിയ സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്ന് നീ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. എല്ലാ ബന്ധങ്ങളും നിന്റെ വീട്ടിലെ പോലെയാണെന്ന് നീ വിചാരിക്കരുത്. നീ രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ ഒരുപാട് പ്രാവശ്യം നിന്റെ അച്ഛനമ്മേനെ വിളിക്കുന്നുണ്ടല്ലോ. അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. അതുപോലെ ഞാൻ എന്റെ അച്ഛനമ്മേനെ വിളിക്കുന്നതിന് പിന്നെ നിനക്കെന്താ പ്രശ്നം? അമ്മേനെ അച്ഛനെ വിളിക്കാൻ പാടില്ല. ഒരു പുതിയ നിയമം കൊണ്ട് അവള് വന്നിരിക്കുന്നു. ഇതാറ് ഈ സമയത്ത് അമ്മ ഹലോ അമ്മ. ഇല്ല, ഏട്ടൻ ഇവിടെ ഇല്ല, പുറത്തു പോയതാ. ഫോൺ വീട്ടിൽ മറന്നു വെച്ചിട്ട് പോയി. ഇനിയിപ്പോ രാത്രി എത്തൂ. ഞാൻ പറയാ, അങ്ങോട്ടേക്ക് വിളിക്കാൻ. അമ്മ സുഖമൊക്കെയാണ്. അമ്മ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം. ശരി, ഞാൻ ഏട്ടനോട് അങ്ങോട്ട് വിളിക്കാൻ പറയാം. ആയിക്കോട്ടെ. രാവിലെ എഴുന്നേറ്റില്ല, അപ്പോഴത്തേക്കും തുടങ്ങി മോനവിടെ. ഇന്ന് എങ്ങനെ വിളിക്കണമെന്ന് ഞാനൊന്ന് കാണട്ടെ. അയ്യോ, മോന് പനിയാണെന്ന് പറഞ്ഞല്ലോ. ആ കാര്യം ചോദിക്കാൻ ഞാൻ വിട്ടു. മോളെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. എടാ, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു, വന്ന് നോക്ക്. അമ്മയാണല്ലോ. അമ്മ എന്ത് ഈ ഫോണിലേക്ക് വിളിക്കുന്നത്? ഹലോ, എന്തമ്മേ? മോൻ ഇത്ര പെട്ടെന്ന് വിടുത്തിയോ? അത് ഞാനെവിടെയും പോയിട്ടില്ലല്ലോ. അല്ല, മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ പുറത്തെവിടെ പോയതാണ്, രാത്രി എത്തുള്ളൂ, ഫോണ് വീട്ടിൽ മറന്നു വെച്ചിട്ട് പോയി എന്നുള്ളത്. അല്ല, അതൊക്കെ പോട്ടെ, മോന്റെ പനി എങ്ങനെയുണ്ട്? പനിയൊക്കെ മാറിയമ്മേ. പിന്നെ അവിടെ വേറെന്തുണ്ട് വിശേഷം?
അമ്മ ഇവിടെ മഴയൊക്കെ ഉണ്ട്. ആരാ ഫോണില്? വീട്ടിൽ നിന്ന് അമ്മയാ. അമ്മ എന്നെ വിളിച്ചിട്ട് മരുമോനോടായി വിശേഷം പറച്ചിലും മുഴുവനും. ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിക്കേ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഇല്ല, ഞാനത് ഇവിടെ പറഞ്ഞ. ആ ശരി വന്നാ, ഞാൻ പിന്നെ വിളിക്കാം. ആയിക്കോട്ടെ. ശരിന്തിനാ ഫോൺ കട്ട് ചെയ്തേ? അമ്മ രാവിലെ പണിയൊക്കെ ഒരുങ്ങിയിട്ടേ ഒന്ന് സമാധാനത്തോടെ എന്നെ വിളിച്ചതാ. കട്ട് ചെയ്യണ്ടായിരുന്നു. അത് ശരി. അപ്പൊ നിന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ കട്ട് ചെയ്യണ്ട, എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ കട്ട് ചെയ്യാം അല്ലേ? അതിനിപ്പൊ എന്തിനായി എന്റെ വീടിന്ന് നിന്റെ വീടിന്നുള്ള സംസാരമൊക്കെ? എന്റെ അമ്മ എന്നെ വിളിച്ചത് എന്നോട് സംസാരിക്കാൻ കൂടിയില്ല, അതാ ഞാൻ പറഞ്ഞു കട്ട് ചെയ്യണ്ടാന്ന്. അതിന് നിന്റെ വീട്ടിൽ നല്ല വിളിച്ചേ, എന്റെ അമ്മ ഇതിലേക്ക് വിളിച്ചത്. നീ അമ്മേനോട് പറഞ്ഞോ ഞാൻ രാത്രി തിരിച്ചു വരുള്ളൂ, ഞാൻ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ട് പോയതാന്ന്? ഓ, അപ്പൊ സംശയം തീർക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണല്ലേ? ഞാൻ പറഞ്ഞു രാവിലെ തുടങ്ങുമല്ലോ, രാത്രി ആവുന്നത് വരെ അമ്മ പെങ്ങന്മാര് ഇവരെന്ന് കൊണ്ട് ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കല്യാണം കഴിഞ്ഞ് നമുക്കൊരു പ്രൈവസി വേണം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്തിനാണ് വിളിച്ചോണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെയാ പറഞ്ഞു ഇന്ന് ഒരു ദിവസമെങ്കിലും മനുഷ്യൻ അല്പം മനസമാധാനം കിട്ടിക്കോടെ എന്ന് കണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ടും മനസ്സിലാകാണ്ട് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലേ നേരിട്ട് എനിക്ക് പറയാണ്ട് വരും, ഇനി ഇങ്ങോട്ട് വിളിക്കേണ്ട മോന്റെ ഫോണിലേക്ക്. എടി നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് എനിക്കെന്താ അച്ഛനും അമ്മയും പെങ്ങന്മാരൊന്നും പാടില്ലെന്നാണോ? അവര് മാത്രം മതിയെങ്കിൽ നിങ്ങൾ അവരെ കൂടെ പോയിരുന്നോ? ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാം. എപ്പോഴും ഒരു സ്വയം തരില്ല, അച്ഛൻ അമ്മ പെങ്ങന്മാരെന്ന് പറഞ്ഞിട്ട്. ശ്രുതി, പുതിയ ഷെൽഫ് ഉണ്ടാക്കിയില്ലേ റൂമില്? എപ്പോഴാ വന്നേ? ഞാനിത് ഇപ്പൊ വന്നതാ. എന്തായാലും ഇത് നന്നായിട്ടോ. ആ പഴയ ഷെൽഫ് മൊത്തം ഇങ്ങോട്ട് നിറഞ്ഞിട്ടേ റൂം ഒരുമാതിരി കൺജസ്റ്റഡ് ആയ പോലെ ഉണ്ടായിരുന്നു. ഇതെന്തായാലും മാറ്റിയപ്പോ നല്ല രസമുണ്ട്. എന്തെങ്കിലും സാധനം വീട്ടിൽ മാറ്റുമ്പോഴത്തേക്കും മണത്തറിഞ്ഞു വന്നു. എങ്ങനെ അറിഞ്ഞു ഇത് മാറ്റിയ കാര്യം? ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനെ. അപ്പൊ ഏട്ടനാ പറഞ്ഞേ ഇവിടെ ഷെൽഫിന്റെ പണി നടക്കാണ്, പണിക്കാരുണ്ടെന്ന്. പിന്നെ എനിക്ക് കാണാണ്ട് ഒരു സമാധാനമില്ല, അങ്ങനെ ഞാൻ വന്നതാ. ഞാൻ നോക്കിയപ്പോഴേ പഴയ കുറേ സാധനങ്ങളുണ്ട് ഈ വീട്ടില് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലാദ്യത്തെ ഒന്നാണ് ഈ ഷെൽഫ്. ബാക്കി മാറ്റങ്ങൾ പുറകെ വരും, ജീവിതമല്ലേ. മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അവിടെ ഉണ്ടാക്കിയല്ലേ പറ്റൂ. എന്തായാലും താഴേക്ക് വാ, ഞാൻ കുറച്ച് അവക്കാഡോ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഇഷ്ടാണോ? അവക്കാഡോയോ? വീട്ടിലുണ്ടായതാ. ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഞാൻ അവിടെ പറിച്ചു മുഴുവൻ എടുത്തു. ഇവിടെ ഏട്ടന് വലിയ ഇഷ്ടാ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. ഇഷ്ടല്ല, പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ ഈ ഷെൽഫ് ഒന്ന് കാണട്ടെ. പ്രിയ അവിടെ നിന്നാ മതി, അകത്തേക്ക് കയറണ്ട. ഷെൽഫിൽ എന്റെ കുറച്ച് പേഴ്സണൽ തിങ്സ് ഒക്കെ വെച്ചിരിക്കുന്നത്, പിന്നെ പൈസയും ഗോൾഡൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ, കുറച്ച് പണിയുണ്ട് അവിടെ. വേറൊരാളുടെ റൂമിലെ ഷെൽഫ് കാണുന്നു. ആങ്ങളേന്റെ കല്യാണം കഴിഞ്ഞ ഒരു ബോധമില്ല. പെങ്ങളാണ് അത്ര വിവരമില്ലാത്ത പെങ്ങൾ. ഷെൽഫ് കണ്ടോ? കണ്ടു. ശ്രുതി എവിടെ? മേലെ ഉണ്ട് ഏട്ടാ. നല്ല ആളാ. നീ ഇവിടെ തുണി മടക്കൊണ്ടിരിക്കുക. പ്രിയ വന്നിട്ടില്ലേ? അവക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണ്ടേ? താഴേക്ക് വാ. നിങ്ങളുടെ പെങ്ങളല്ലേ, ചായ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാലോ. അത് ശരി. അപ്പൊ നീ താഴേക്ക് വരുന്നില്ല? ഞാൻ എന്തിനു താഴേക്ക് വരണം? നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ മണത്തറിയാൻ വരുന്ന ആൾക്കാരല്ലേ ഇതൊക്കെ. അങ്ങനെയുള്ള ആൾക്കാരെ സൽക്കരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഷെൽഫിന്റെ അകം കാണും അത്ര ഇവിടുത്തെ. അതിനിപ്പോ എന്താണ്? ഞാൻ തന്നെ അവൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതെനിക്കറിയാം, നിങ്ങൾ തന്നെയാണ് പറഞ്ഞു വിട്ടതെന്ന്. അതിനുള്ള മറുപടി ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. കുറച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവളാണെങ്കിൽ ഇനി ജന്മം അവളതാ ഈ റൂമിന്റെ പരിസരത്തേക്ക് പോലും വരില്ല. നീ എന്താടി ഇങ്ങനെ? അവളെന്റെ പെങ്ങളാണ്, അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാളൊന്നുമല്ല. വെറുതെ അല്ല അവള് മോൻ വഴിയിൽ താഴേക്ക് വന്നത്. നീ എന്താ അവളോട് പറഞ്ഞേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒച്ചയിടുന്നത്? അവളെയും കൂടി കേൾപ്പിക്കാൻ വേണ്ടിട്ടാ? പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പെങ്ങളാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതാണ് എന്റെ പ്രകൃതം. നിങ്ങളുടെ പെങ്ങൾക്ക് അല്പമെങ്കിലും ബോധം വേണ്ടേ?
ആങ്ങളെന്റെ കല്യാണം കഴിഞ്ഞു, ആങ്ങളെ ഒറ്റയ്ക്കല്ല, അവിടെ വേറെ പെണ്ണും കൂടി ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. ഇനി എല്ലാവരും വിളിച്ചു പറയേ ഷെൽഫ് ഉണ്ടാക്കിയ കാര്യം. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാ. അതിന് പബ്ലിക് ആയിട്ട് കൊട്ടിഘോഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. എല്ലാം വിളിച്ചു പറയാൻ ഒരാളും അത് കേട്ട് തുള്ളി വരാൻ വേറൊരുത്തി. ഇനി വേറെ ആരെങ്കിലും ഉണ്ട് അറിയാനായിട്ട്? എല്ലാവരും ഇങ്ങോട്ട് വരാൻ പറയാം. ഞാൻ സൽക്കരിക്കാം ഇവിടെ ചായയും ബിരിയാണിയും ഒക്കെ കൊടുത്തിട്ട്. ഈ പ്രൈവസി ഒക്കെ എന്റെ കുടുംബക്കാർക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ, അല്ലാണ്ട് നിന്റെ കുടുംബക്കാർക്ക് ഒന്നും ബാധകമല്ല. ഈ ഷെൽഫ് ഉണ്ടാക്കാൻ തുടങ്ങി അന്ന് മുതൽ കഴിയുന്നത് വരെ നീ വീഡിയോ കോളിൽ വിളിച്ചിട്ട് നിന്റെ ചേച്ചിക്കും അമ്മയും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ നിന്റെ കുടുംബക്കാരായിട്ട് എല്ലാം നിനക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്റെ വീട്ടുകാരായിട്ട് ഒന്നും പറയാൻ പാടില്ല അല്ലേ? അങ്ങനെ ഇപ്പൊ ഞാൻ എന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ച് പറയണ പോലെ അല്ല അത്. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോ നിങ്ങളുടെ അച്ഛനും അമ്മയും പെങ്ങളും ഒന്നും കൂടെ നിൽക്കില്ല. എല്ലാവരും അവരെ വഴിക്കും കൂടി പോകും. എന്റെ വീട്ടുകാരെ ഉണ്ടാവുള്ളൂ എന്തിനും ഏതിനും. ആ അത് ശരിയാ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലത്തെ ഒരാൾ പോലും എന്റെ കൂടെ ഉണ്ടാവില്ല. അതിനുള്ള പ്ലാനാണല്ലോ നീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓ, ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. അതിനു വേണ്ടി തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യണം. ആരും വേണ്ട, ഞാനും എന്റെ ഭർത്താവും എന്റെ വീട്ടുകാരും, അത് മാത്രം മതി. ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ